ഈ ഹിന്ദുത്വവാദികൾ ആയിട്ടുള്ള ആളുകൾ പോലും പറയുന്ന കാര്യം എന്താണ്, നമ്മൾ എല്ലാം കാണണം, എല്ലാം കേൾക്കണം. അവർ പറഞ്ഞ കാര്യം എന്താണ്? യുക്തിവാദികൾ അത് പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, കാരണം അവരതിനെ വിമർശിക്കുന്ന ആളുകളാണ്. അവർ ശാസ്ത്രം ഈവൻ ഇപ്പോൾ ഈ പറയുന്ന മിത്താണ് എന്നും ഇതിവിടെ പാടില്ല എന്നും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അതിലുള്ള കുട്ടികൾ പ്രക്ഷോഭം നടത്തി. ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവിടെയുള്ള അധ്യാപക പ്രശ്നം ഉണ്ടാക്കി. ഇതുപോലെ ഒരു വിഷയവും ഇതുപോലെ ചർച്ചാ വിഷയമായിട്ടില്ല. മറ്റു മതങ്ങളെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. എന്താ കാരണം? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മിത്തുകൾ എന്ന് പറയുമ്പോൾ അത് ഹിന്ദു മിത്തുകൾ എന്ന് അവർ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. മിത്തുകൾ എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. അതിപ്പോൾ ക്രിസ്ത്യൻ മിത്തായാലും ശരി, അതിപ്പോൾ ഇനി ഇസ്ലാമിക് മിത്തായാലും ശരി, അതിനിപ്പോൾ ഹിന്ദു മിത്തായാലും ശരി, എല്ലാ മിത്തുകളും പഠിക്ക് പുറത്ത് എന്ന് പറയേണ്ട ഒരു രീതി ആ കുട്ടികൾ എടുത്തിട്ടുണ്ട്. ആ സയൻസ് സ്ഥാപനങ്ങളിലെ അധ്യാപകർ എടുത്തിട്ടുണ്ട്. പല ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ അതുപോലെയുള്ള വേദികളിൽ പങ്കെടുക്കേണ്ട ആളുകൾ അത്തരം മീറ്റിങ്ങുകളിൽ നിന്ന് ബഹിഷ്കരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരത് ചെയ്യുന്നത് അത് അവിടെ ഒരു പാർഷ്യാലിറ്റി കാണിക്കാതെ ഏതെങ്കിലും ഒരു മതത്തിനെ പേടിച്ചുകൊണ്ടല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കത് പറയുമ്പോൾ അതിൽ ഉദ്ദേശശുദ്ധി അവിടെ കാത്തുരക്ഷിക്കപ്പെടുന്നു, അതല്ലെങ്കിൽ അത് അവിടെ പ്രകടമാണ് എന്നുള്ളതാണ് ആ ഒരു പ്രതിഷേധത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഗണപതി എന്ന് പറയുന്നത് ഒരു ദൈവികമായ സങ്കല്പമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് മിത്താണ് എന്നുള്ളൊരു വാക്ക് അതിലേക്ക് നിങ്ങൾ ചേർത്ത് വെച്ചാൽ അത് സയൻസ് പുസ്തകത്തിലെ മിത്തിനെക്കുറിച്ച് മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതയും അവിടെ ഇല്ല. അത് നിങ്ങൾക്ക് നിഷ്കർഷിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് സത്യത്തിൽ ചിന്തകളെ തടുക്കുക എന്ന് പറയുന്ന പരിപാടി തന്നെയാണ്. അതായത് ഇപ്പോൾ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ചിന്തകളെ ഫ്ലൂയിഡ് ആക്കുക എന്നതാണ്. അവിടെ കമ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്ന സംഗതി ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളങ്ങനെ ഈ സാധനത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ, ഈ സാധനത്തെക്കുറിച്ച് ഇത്രേ ചിന്തിക്കാൻ പാടുള്ളൂ, അതല്ല സ്വതന്ത്ര ചിന്ത. സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്തകളുടെ കുത്തകയുമല്ല. അത് മതവിശ്വാസികൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം ഓരോ മതവിശ്വാസിയും അവരവരുടെ മതവിശ്വാസത്തിൽ തുടരുന്നതിന് പോലും ഉപയോഗിക്കുന്ന സാധനമാണ് ഈ യുക്തി ചിന്ത എന്ന് പറയുന്നത്. പക്ഷേ അതുപോലെ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് കാരണം ആ സ്വതന്ത്ര ചിന്തയുടെ പ്രശ്നം അവർ ഒരു ഘട്ടം വരെ കൊണ്ടുപോകുന്നു എന്നുള്ളതോ അതല്ലെങ്കിൽ അത് അവർക്ക് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് പലപ്പോഴും അബദ്ധമായതുകൊണ്ടോ അവർ ആ മതത്തിൽ തളച്ചിട്ട് പോകുന്നു എന്നതുകൊണ്ടാണ്. എന്നാൽ പോലും അവർ 50% സ്വതന്ത്ര ചിന്ത നടത്തുന്നതുകൊണ്ടാണ് മറ്റു മതങ്ങളിലേക്ക് ചേക്കാറാതെ അള്ളാഹുവിൽ മാത്രം അടിപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഗണപതിയെ മാത്രം പിടിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ടൊക്കെ അവർക്ക് നിലകൊള്ളാൻ കഴിയുന്നത് ഇത്തിരി സ്വതന്ത്ര ചിന്തയൊക്കെ അവിടെ ഉള്ളതുകൊണ്ടാണ്. മറ്റേത് തെറ്റാണെന്നും ഇത് ശരിയാണെന്നും തിരിച്ചറിയാനുള്ള ഒരു സാമാന്യമായ ചില ഒരു പ്രയോഗങ്ങൾ അവരവിടെ നടത്തുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അവരവിടെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു കൂടുതൽ മികച്ച ശരികളിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് പറയുന്നത്.